ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോൻ ടി വി പ്രേക്ഷകരെ, ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. നിൻ്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നവൻ ഏതൊരു പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഹൃദയത്തെ എപ്പോഴും ദൈവത്തോട് ചേർത്ത് വയ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നീ ആപത്തിൽ പതറരുത്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നതിന് മുമ്പായിട്ട് കർത്താവ് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ് പ്രാർത്ഥനയുടെ തലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് ഏകദേശം 40 ദിവസത്തോളം മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയും ഉപവാസമായിട്ടൊക്കെ ചെലവഴിക്കുന്നതായ സമയത്ത് പ്രലോഭകനായ സാത്താൻ കടന്നു വന്നുകൊണ്ട് കർത്താവിനെ പരീക്ഷിക്കുന്ന ചില ചിന്തകൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടെ വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രലോഭനത്തെ അതിജീവിക്കുന്നവനാണ് ദൈവകൃപയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിട്ട് ചെലവഴിക്കാനിടയായി തീർന്നു. പ്രാർത്ഥനയുടെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 40 ദിവസത്തിന് ശേഷം പിശാച് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് 3 തരത്തിലുള്ളതായ പ്രലോഭനങ്ങൾ നൽകുകയാണ്. ഒന്നാമതായി അവനിങ്ങനെ പറയുകയാണ്: നീ 40 ദിവസമായിട്ട് ഒന്നും ഭക്ഷിച്ചിട്ടില്ല, നീ 40 ദിവസമായിട്ട് ഭക്ഷണമെല്ലാം ഇടിഞ്ഞ് പ്രാർത്ഥിക്കുകയാണല്ലോ, അതുകൊണ്ട് നിൻ്റെ ശരീരം ഇപ്പോൾ ഒത്തിരി ബലഹീനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഈ ദൈവോത്തരനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക, അവൻ പ്രതിവചിച്ചു. അവിടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പിശാച് പറയുന്നൊരു കാര്യമാണ്: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. അവിടെ പിശാച് പറയുന്നൊരു വാക്കാണ്: നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ. ആരാണ് ദൈവത്തിൻ്റെ പുത്രൻ? ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വാക്കാണോ? അല്ല, മറിച്ച് ആരെല്ലാം ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആഴപ്പെടുന്നുണ്ടോ അവൻ്റെ വിളി കേട്ടുകൊണ്ട് പിന്നാലെ പോകുന്നവരൊക്കെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമല്ലേ? ഞാനും നിങ്ങളുമൊക്കെ ആ പുത്രനും പുത്രിയും ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ? 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ ഉള്ള വചനഭാഗങ്ങളിൽ കാണുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി വിളികിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ: അവിടുത്തെ സ്വീകരിച്ചവർക്കെല്ലാം, അവിടുത്തെ നാമത്തിൽ വിളിക്കപ്പെട്ടവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാനുള്ള കഴിവ് അവൻ നൽകി. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള കഴിവ് അവൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അവിടുത്തെ മകനും മകളും ആകാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നാമം തന്നെയല്ലേ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയും. പിശാച് യഥാർത്ഥത്തിൽ പരീക്ഷകനായിട്ട് കടന്നു വരുന്നത് ഈ ഒരു ചോദ്യമാണ്: നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക എന്ന് പറയുമ്പോൾ ആ ഒരു ചോദ്യം നമ്മോട് തന്നെയല്ലേ എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറാൻ വേണ്ടി വിളികെട്ടവരാണ് ഓരോ കർത്തൃ ശുശ്രൂഷകർ, അല്ലെങ്കിൽ ഓരോ ക്രൈസ്തവൻ്റെ വിളി അതുതന്നെയാണ്. ദൈവത്തോട് ചേർന്ന് ദൈവമാകാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവിക ശക്തി കൊണ്ട് ദൈവകൃപ കൊണ്ടൊക്കെ നിറയപ്പെടാൻ വേണ്ടി വിളികെട്ടിയവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനങ്ങൾ ആരടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന പിശാചിന് മുമ്പിലേക്ക് തിരിച്ച് ഒരു മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല,
ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ അപ്പം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടാണെന്ന് തിരിച്ചൊരു ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടോ, ദൈവമക്കൾ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലെ അപ്പങ്ങൾ കൊണ്ടല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രനാകാൻ വേണ്ടി വിളികിട്ടിയവൻ്റെയൊക്കെ ജീവിതത്തിൽ ആഴപ്പെടേണ്ട ഒരു ചിന്തയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ഭൗതികയുടെയൊക്കെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനം തന്നെയായി മാറണം. ആണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് കർത്താവ് തിരിച്ചൊരു മറുപടി നൽകുന്നത്. ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി വിളികിട്ടിയവർ അവർ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ തന്നെയാണ്. ദൈവപുത്രനുമായി മാറണമെങ്കിൽ ദൈവവചനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുന്ന ഒരു വാക്കിങ്ങനെയാണ്, അവിടുത്തെ അനുഗമിക്കുന്നവൻ അവൻ പോയ അതേ വഴിയിലൂടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അവനും കാണിച്ചു തന്ന ആ വചനത്തിൻ്റെ മാതൃകയിലൂടെ തന്നെ നാം കടന്നു പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രലോഭനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ വചനങ്ങൾക്കപ്പുറമുള്ള ഒരു ലോകത്തിലേക്കാണ്. ദൈവവചനം നൽകുന്നത് ദൈവത്തിൽ ആശ്രയത്വമുള്ള ഒരു ജീവിതമാണ്. എല്ലാത്തിൻ്റെയും അടിത്തറ ദൈവമാണ്. എന്നാൽ പ്രലോഭനങ്ങൾ കടന്നു വന്നുകൊണ്ട് ഒരുക്കുന്നത് മറ്റൊരു ലോകമാണ്. നീ അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകം. ഈ ലോകത്തിൻ്റെ സമ്പന്നതകൾ കൊണ്ടൊക്കെ കെട്ടിപ്പടുക്കുന്നതായ ഒരു ലോകം. ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകാനിടയായി തീരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് വിയന്നയിലാണ്, യൂറോപ്പിലാണ്. അവിടെ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ മനുഷ്യൻ ഒത്തിരി സമ്പത്തുകൾ കൊണ്ടും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ എല്ലാവിധമായ ഒരു ശക്തി കൊണ്ടും സംരക്ഷണ വലയം കൊണ്ടൊക്കെ നിറയപ്പെടുമ്പോൾ അവിടെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ദൈവം ഒരു കാലങ്ങളിൽ അവരുടെ മനസ്സുകളിലേക്ക് നിറച്ചു നൽകുന്നതായ വചനത്തിൻ്റെ ചിന്തകളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ട് മനുഷ്യൻ തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ചിന്തകളും കാഴ്ചകളും നാം കാണുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ 2020 മുതൽ ഉള്ള കാലഘട്ടങ്ങളിൽ കൊറോണ എന്ന മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയല്ലേ, എത്രയോ അനേകർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദ്യം സ്വരുക്കൂട്ടിയ മനുഷ്യർ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ് അത് കിട്ടാതെ മരണമടഞ്ഞ് വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. കാരണം എത്രയോ ഹോസ്പിറ്റലുകൾ പണിത അല്ലെങ്കിൽ തൻ്റെ ഹോസ്പിറ്റൽ എത്രയോ നല്ല നല്ല ചികിത്സാ രീതികളൊക്കെ ഉള്ള അനേകർ താൻ സ്വരൂപിച്ച താൻ സ്വരുക്കൂട്ടിയെടുത്ത ഒന്നും പ്രയോജനപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചകൾ എത്രയോ. ഒരു നിമിഷം കൊണ്ട് എവിടെ വേണമെങ്കിൽ എത്തിക്കാൻ തക്കവണ്ണമുള്ള ഹെലികോപ്റ്ററുകൾ പോലും സ്വന്തം കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടും അതിന് ഒന്നും പ്രയോജനപ്പെടാതെ പോയ അനേകരുടെ ജീവിതങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നാം കാണുന്നുണ്ട്. കാരണം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലെ അപ്പങ്ങളൊന്നും നമ്മെ സുരക്ഷിതരാക്കി മാറ്റുന്നില്ല. മറിച്ച് ഈ ദൈവത്തിൻ്റെ വാക്കുകളും ദൈവവചനങ്ങളും മാത്രമാണ് സുരക്ഷിതമായ രീതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പരീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ദൈവ ആശ്രയത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നതാണ്. ദൈവിക ചിന്തകൾക്കപ്പുറമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഒരു പ്രലോഭനകനായിട്ട് കടന്നു വരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് വീണ്ടും പിശാച് അവനെ മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കത്തക്കവണ്ണം മാലാഖമാർ കടന്നു വന്നുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ ഇടയാക്കി തീർക്കും. ഇവിടെ ഒരു വലിയ സംരക്ഷണത്തിന് അല്ലെങ്കിൽ പറയുന്ന വാക്ക്, നിന്നെ സംരക്ഷിക്കത്തക്കവണ്ണം മാലാഖമാർ കൂടെ ഉണ്ടാകും. നീ എന്ത് പറഞ്ഞാലും നിന്നെ സഹായിക്കത്തക്കവണ്ണം അനേകർ കൂടെ ഉണ്ടാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ ധൈര്യമായി ചാടിക്കൊള്ളുക. ഞാനെൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, പണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിലുള്ളതായ തുറബ്ദീൻ ഉള്ള മൊണാസ്ട്രിക്കിലൂടെ ഞാൻ സഞ്ചരിക്കാനിടയായി തീർന്നിരുന്നു. അവിടെ ഒരു മനോഹരമായ ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടതായ ഒരു മൊണാസ്ട്രിയിൽ ചെന്ന് ചേർന്നപ്പോൾ അവിടെയുള്ള അവിടെ താമസിക്കുന്ന അവിടുത്തെ ഒരു സന്യാസി അദ്ദേഹം ആ ഒരു ദേറായുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി. ആ ഒരു മൊണാസ്ട്രി പണിയുന്ന സമയത്ത് വലിയ മലമുകളിലാണത് സ്ഥിതി ചെയ്യുന്നത്. അനേക മൈലുകൾ താണ്ടിയാണ് ആ മലമുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ.
അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെയേറെ കുറവാണ്. ഒത്തിരി കല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലം, ഒരു ചെറിയൊരു കൂടാരം പണിയണമെങ്കിൽ, കല്ലുകൾ ഒന്നിച്ച് ചേർക്കണമെങ്കിൽ അത് ഒട്ടിപ്പിക്കാൻ തക്കവണ്ണം പശയോ അല്ലെങ്കിൽ സിമൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതായ കാലഘട്ടം. അദ്ദേഹം അവിടെ അന്ന് ചെന്ന ഒരു സന്യാസി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇത് പണിയാൻ തക്കവണ്ണം കർത്താവേ കൃപ നൽകണമേ. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ വെള്ളം ഇല്ല, കുടിക്കാൻ വെള്ളമില്ല, മറ്റൊന്ന് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കണമെങ്കിൽ അതിനുള്ള സാധ്യതകളില്ല എങ്കിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അനേക ആടുകൾ, പ്രത്യേകിച്ച് ആ മലനിരകളിലൊക്കെ ഉള്ളതായ കുറേ ആടുകൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഏകദേശം 1000-ഓളം ആടുകൾ ഇറങ്ങി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരെല്ലാം ഇറങ്ങി വന്നു. അദ്ദേഹം അതിൻ്റെ പാല് കറന്ന് ആ പാലുപയോഗിച്ചുകൊണ്ട് മണ്ണ് കുഴച്ച് ആ കല്ലുകളൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ ഒരു ദേറ അവിടെ പണിയുകയുണ്ടായി. ഇന്നതിൻ്റെ ഭിത്തികൾ ഇപ്പോഴും വൈറ്റ് കളറാണ്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ളതായ ദേറ ഇന്നും ഒരു വൈറ്റ് കളറിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്ന് ആടുകൾ കൊടുത്ത പാലുകൾ കൊണ്ട് പണിത ഒരു മനോഹരമായ ദേറ. ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ മാലാഖമാർ ദൈവിക സാന്നിധ്യമായിട്ട് ഇറങ്ങി വരുമെന്നൊക്കെ ക്രിസ്തുവിനെ നോക്കി പിശാച് പറയുകയാണ്. പിശാചിനറിയാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ സഹായിക്കുവാൻ അനേക മാലാഖമാരും വിശുദ്ധന്മാരും കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കുന്നത്. ഈ ഒരു ദേറായിൽ ഞാൻ കണ്ട കാഴ്ചതാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ കൃപ ഇറങ്ങി ഈ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലെ മൃഗങ്ങൾ പോലും വേണ്ട കാര്യങ്ങൾ നൽകത്തക്കവണ്ണം ഇറങ്ങി വരുന്നതായ കാഴ്ച നമ്മളെയൊക്കെ ഓർമ്മപ്പെടുന്നൊരു കാര്യമാണ്. പിശാചിനറിയാം ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംരക്ഷിക്കത്തക്കവണ്ണം അനേക മാലാഖമാർ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവൻ തിരിച്ചൊരു പ്രലോഭനം നൽകുന്നത്, നീ ചാടിയാലും നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം മാലാഖമാർ കൂടെ ഉണ്ടാകുമല്ലോ. സങ്കീർത്തന പുസ്തകം 34 ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ കർത്താവിനെ നോക്കി എൻ്റെ കണ്ണുകൾ പ്രകാശിതരായി മാറി. പിന്നീട് ഞാൻ ഒരിക്കലും ലജ്ജിതനായില്ല, കാരണം എൻ്റെ ചുറ്റും മാലാഖമാരുടെ വലിയൊരു സമൂഹത്തെ അയച്ച് കർത്താവ് എന്നെ പരിരക്ഷിക്കാനിടയാക്കി തീർക്കുന്നു. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദാവീദ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൽ ഹൃദയം തുറന്ന് ആശ്രയിക്കുന്നവനെ പരിപാലിക്കുവാൻ ദൈവം മാലാഖമാരുടെ വൃന്ദങ്ങളെ അയക്കാനിടയാക്കി തീർക്കും. അതൊരു പക്ഷേ ആളുകളുടെ രൂപത്തിലായിരിക്കാം, മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കാം, ഏത് രൂപത്തിലാണെങ്കിൽ പോലും നമ്മെ പരിരക്ഷിക്കത്തക്കവണ്ണം മാലാഖയുടെ രൂപങ്ങൾ ഒത്തിരി ഉണ്ടാകും. ഇന്ന് നമ്മളൊക്കെ ഈ ഒരു വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇന്ന് നാം കാണുന്നത് മാലാഖമാരുടെ രൂപത്തിൽ ഒരുപക്ഷെ ഹോസ്പിറ്റലിലൊക്കെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരെ നമ്മൾ മാലാഖമാരോടൊക്കെ ഇന്ന് വർണ്ണിക്കാനിടയാക്കി തീർക്കുന്നുണ്ട്. മനുഷ്യരൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ ആയിരിക്കാം മാലാഖമാർ നമ്മുടെ ചുറ്റും സംരക്ഷിക്കത്തക്കവണ്ണം കടന്നു വരും. എന്നാൽ ഇവിടെ പ്രലോഭനങ്ങൾ കടന്നു വരുന്നത് ഇങ്ങനെയാണ്, നീ താഴേക്ക് ചാടുക, നിനക്കൊന്നും സംഭവിക്കുകയില്ല. ഇതൊരു പരീക്ഷണമായിട്ട് കർത്താവ് കാണുക. ഒരു വലിയ ദൈവകൃപയിലൊക്കെ ആഴപ്പെട്ടുകൊണ്ട് വളർന്നു വരുമ്പോൾ, എല്ലാം നേടിക്കഴിയുമ്പോൾ പതിയെ അത് ദുരുപയോഗം ചെയ്യുന്നതായ രീതികളിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്ന അവസ്ഥ. പഴയ നിയമത്തിൽ വളരെ മനോഹരമായിട്ട് ഒരു രാജാവിൻ്റെ കഥ വർണ്ണിക്കുന്നുണ്ട്. ദാവീദ് രാജാവ്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ്റെ ചെറുപ്പകാലം മുതൽ നമുക്കറിയാം, അവൻ ബാല്യം മുതലേ ദൈവാശ്രയത്വമുള്ളവനായിരുന്നു. ആടുകളെ മേയ്ക്കുവാൻ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായിട്ട് ദൂരദേശത്തേക്കൊക്കെ പോകുമ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വന്യമൃഗങ്ങൾ കടന്നു വന്നുകൊണ്ട് തൻ്റെ ആടുകളെ ആക്രമിക്കുമ്പോഴും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കടന്നു വരുന്ന വന്യജീവികളൊക്കെ വലിച്ചു കയറത്തക്കവണ്ണമുള്ള വലിയ ശക്തി കൊണ്ട് നിറഞ്ഞവനായിരുന്നു ദാവീദ്. ഒരിക്കലും ഗൊലിയാത്ത് എന്ന് പറയപ്പെടുന്നതായ മല്ലൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു ശക്തനായ, എന്നെ തോൽപ്പിക്കത്തക്കവണ്ണം ശക്തനായ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ ദാവീദിൻ്റെ ആ കുഞ്ഞു മനസ്സ് തീക്ഷ്ണത കൊണ്ട് നിറയുകയാണ്. അതുകൊണ്ട് അവൻ തിരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കവണ കൊണ്ട് കല്ലെറിഞ്ഞപ്പോൾ ആ ഗോലിയാത്ത് എന്ന മല്ലൻ താഴെ വീഴുന്ന കാഴ്ച വചനഭാഗങ്ങളിലൊക്കെ നാം കാണുകയുണ്ടായല്ലോ.
ഇത് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഏതൊരു ശക്തിയെയും ജയിക്കത്തക്കവണ്ണം ദാവീദ് വളർന്നതിൻ്റെ ഒരു ചിത്രമാണ്. കാരണം അവൻ വലിയ രാജാവിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി വളർന്നു. ഇസ്രായേൽ എന്ന വലിയ സാമ്രാജ്യത്തെ സ്ഥാപിക്കാൻ തക്കവണ്ണം കർത്താവ് അവനെ എടുത്തുപയോഗിച്ചു. അവൻ ഏതൊരു നിമിഷങ്ങളിലും എന്നെ സഹായിക്കുന്നവൻ, എൻ്റെ ശക്തി എൻ്റെ ദൈവമാണെന്ന് എപ്പോഴും ഏറ്റുപറയുമായിരുന്നു. സങ്കീർത്തനം 27 ദാവീദ് എഴുതി വയ്ക്കുകയാണ്, അവനാണ് എൻ്റെ കോട്ട, എൻ്റെ ദൈവമാണ് എൻ്റെ ശക്തി, എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ദാവീദിൻ്റെ ചിത്രം ഈ സങ്കീർത്തന ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അത്രമാത്രം ദൈവാശ്രയത്വമുള്ള ഒരു മനുഷ്യൻ ഉണ്ടോ. എല്ലാ നന്മകളും നിറഞ്ഞപ്പോൾ ദൈവം കൂടെ നടന്നുകൊണ്ട് പോകുന്ന ഒരിടങ്ങളിൽ പോലും അവൻ തോൽവിയുണ്ടായില്ല. ഏത് രാജ്യങ്ങളെ ആക്രമിക്കാൻ കടന്നു ചെന്നാലും അതിനെ തോൽപ്പിച്ച് അത് തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവരെയും സംരക്ഷിക്കത്തക്കവണ്ണം ആ ജനതയ്ക്ക് വേണ്ടി എല്ലാം നൽകത്തക്കവണ്ണമുള്ള എല്ലാ നന്മകൾ കൊണ്ടും നിറഞ്ഞവനായി ദാവീദ് മാറി. കാരണം അവൻ്റെ മനസ്സിൽ ഒരു ദൈവാശ്രയത്വം ആഴപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ദാവീദ് എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ, എല്ലാ സമ്പന്നതകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അറിയാതെ അവൻ പതിയെ അലസതയിലേക്കും, ഇനി എല്ലാം നേടിയല്ലോ, എൻ്റെ ദൈവമോട് എൻ്റെ കൂടെ ദൈവമുണ്ട്, ആണ് ഞാൻ എവിടെ പോയാലും വിജയിക്കും, ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന ചിന്ത അറിയാതെ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരുകയാണ്. അതുകൊണ്ട് സംഭവിച്ച കാര്യം, പതിയെ ദൈവവചനങ്ങളൊക്കെ അല്ലെങ്കിൽ ദൈവം നൽകിയ നന്മകളൊക്കെ മറന്നുകൊണ്ട് പതിയെ തിന്മകളിലേക്ക് വീഴുന്ന കാഴ്ച കാണുകയാണ്. അവൻ പതിയെ തൊട്ടടുത്ത് താമസിച്ചിരുന്നതായ ഒരു സ്ത്രീയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് അതിൽ ആകർഷണനായിട്ട് അവളുമായിട്ട് പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ഇത് തെറ്റാണെന്ന ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. പിന്നീട് നാഥാൻ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഒരു ചെറിയൊരു കഥ പറയുകയാണ്. ഒരു സ്ഥലത്ത് ധനാഢ്യനായൊരു മനുഷ്യനുണ്ടായിരുന്നു, അവന് കുറേ ആടുകളുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു പാവപ്പെട്ടവൻ, ഇതൊന്നുമില്ലാത്ത ദരിദ്രനായ മനുഷ്യൻ, അവൻ 2 ആടുകൾ കൊണ്ട് ജീവിക്കുകയാണ്. ഒരിക്കൽ ഈ ധനാഢ്യനായ മനുഷ്യൻ്റെ അടുക്കിലേക്കൊരു ഗസ്റ്റ് കടന്നു വന്നപ്പോൾ അവൻ തൻ്റെ സേവകരോട് ആജ്ഞാപിക്കുകയാണ്, ആ ദരിദ്രൻ്റെ ആടിനെ എടുത്ത് അറുത്ത് വിളമ്പിക്കൊടുക്കുക. ഇത് കേട്ട നിമിഷങ്ങളിൽ ദാവീദിൻ്റെ ഉള്ളിലെ ആ ധാർമ്മിക രോഷം ഉദിക്കുകയാണ്. അവൻ പറയുകയാണ്, ആരാണ് അങ്ങനെ ചെയ്തത്? അവനെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നീ തന്നെയാണ് അത് ചെയ്തത്. അവൻ്റെ ഉള്ളിലെ ആ ഒരു അവസ്ഥ നാഥാൻ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു. കാരണം അവൻ അജ്ഞതയിലേക്കും അന്ധകാരത്തിലേക്കും മാറിപ്പോകാൻ ഇടയായിത്തീർന്നു. ദൈവിക നന്മകളൊക്കെ അനുഭവിച്ചറിഞ്ഞ് വളർന്നു വരുന്നവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് പിശാച് പറയുകയാണ്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടിക്കൊള്ളുക, നിനക്കൊന്നും സംഭവിക്കുകയില്ല, നിൻ്റെ ജീവിതം ദൈവം സുരക്ഷിതമാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് അവർ മിഥ്യാബോധങ്ങളിലേക്ക് വീഴുന്ന ഒരവസ്ഥ ഇന്ന് അനേകർ ചുറ്റുപാടുകളിലൊക്കെ വീണു പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ ആ വീഴ്ചയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ നന്മകളെ മറക്കാതിരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് തിരിച്ചൊരു മറുപടി നൽകുകയാണ്. ദൈവത്തെ പരീക്ഷിക്കുന്നവരായി മാറുന്ന ഒരു സമൂഹം ഉണ്ടോ? എത്രയോ ഞാനും നിങ്ങളും ദൈവിക നന്മകളൊക്കെ അനുഭവിച്ചറിയുന്നവരായിട്ട് വളർന്നിട്ടും ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ മറക്കുന്നവരായിട്ട് മാറുന്ന അവസ്ഥ. പലപ്പോഴും ഈ സങ്കടം തോന്നുന്ന പല മേഖലകളും യൂറോപ്പിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ പൗരോഹിത്യത്തെയും ദൈവാലയത്തെയൊക്കെ ഒത്തിരി ബഹുമാനിക്കുന്ന ജനസമൂഹം, എത്ര മനോഹരമായിട്ട് ദൈവത്തിന് അംഗീകാരം കൊടുത്ത സമൂഹം. അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ച വലിയ കൂറ്റൻ ദേവാലയങ്ങൾ, സ്വർണം കൊണ്ട് പൊതിഞ്ഞ അൾത്താരകളും തൂണുകളും, എവിടെ നോക്കിയാലും കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ പ്രൗഢിയുടെ രൂപങ്ങൾ. ഏതൊരു സിറ്റിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവനാമങ്ങൾ പേറുന്ന അനേക മണ്ഡപങ്ങളും സ്തൂപങ്ങളും. കാരണം മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന അനേക രീതിയിലുള്ള മണ്ഡപങ്ങൾ എവിടെ നോക്കിയാലും ഇന്ന് കാണാൻ സാധിക്കും. അത് ദൈവം ഒരു കാലഘട്ടങ്ങളിൽ നൽകിയ നന്മകൾക്കുള്ള നന്ദി അർപ്പണങ്ങളാണ്.
പല ദേവാലയങ്ങളും ഒരു കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് ദൈവം നൽകിയ നന്മകൾക്കുള്ള പ്രത്യുപകാരമായിട്ടൊക്കെ നിർമ്മിച്ച ദേവാലയങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന കണ്ട കാഴ്ച, പല ദേവാലയങ്ങളിലും ആരാധനയ്ക്ക് ആളില്ലാതെ എല്ലാം അടച്ച് പൂട്ടപ്പെട്ടവയായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ ആരാധനകളില്ലാതായി മാറുന്നു. കുറച്ച് വിരലെണ്ണാവുന്ന കുറച്ച് വൃദ്ധരായ ആളുകൾ മാത്രം ദേവാലയങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ കണ്ടോ. ഇത് എല്ലാ നന്മകളും നൽകിയിട്ട് ദൈവത്തെ മറക്കുന്ന, ദൈവത്തെ പരീക്ഷിക്കുന്ന, പലപ്പോഴും ചിന്തിക്കുകയാണ് ദൈവമുണ്ടോ എന്ന ചിന്തകൾ ഇന്ന് ശക്തി പ്രാപിക്കുകയാണ്. എത്തിയസ്റ്റ് ചിന്തകളൊക്കെ ഇന്ന് ആഴപ്പെട്ട് വളരുന്ന സാഹചര്യങ്ങൾ, സെക്കുലർ ചിന്തകൾ ആഴപ്പെട്ടുകൊണ്ട് ദൈവിക ചിന്തകൾക്കപ്പുറം മാനുഷികമായ ചിന്തകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതായ കാഴ്ചകൾ ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. കണ്ടോ, ദൈവത്തെ പരീക്ഷിക്കുന്നവനെ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വളരെ മോശമായിരിക്കുമെന്നെല്ലാം വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരവസ്ഥകളിലൂടെ ലോകം ഇന്ന് വളർന്ന് പന്തലിക്കുകയാണ്. ഇതാ കൊറോണ എന്ന മഹാവ്യാധിയൊക്കെ തിരിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ചിന്തയുണ്ട്. എവിടെയൊക്കെയോ ദൈവത്തെ മറന്നു പോകുമ്പോൾ തിരികെ വിളിക്കാനുള്ളൊരാഹ്വാനമാണ്. പക്ഷേ ഇന്നും അത് കാണാതെ പോകുന്നവരുടെ എണ്ണമാണ് ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രലോഭനമാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുന്നതായ അവസ്ഥ. വചനങ്ങളും ദൈവം നൽകിയ ബുദ്ധിയും ദൈവം നൽകിയ സമ്പത്തുമെല്ലാം അവനവൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ കാഴ്ചകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പിശാച് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമായിട്ട് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് കർത്താവിനെ ഇതാ ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ ഈ സമൂഹത്തിൻ്റെ സമ്പത്തും എല്ലാ മഹിമയും പ്രൗഢിയെല്ലാം കാണിച്ചു കൊടുത്ത് പറയുകയാണ്, എന്നെ ഒന്ന് ആരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് നൽകാം. എന്നെ ആരാധിച്ചാൽ എല്ലാം നിനക്ക് നൽകാം എന്ന ഒരു വലിയ വാഗ്ദാനം പിശാച് നൽകുകയാണ്. കണ്ടോ, ദൈവപുത്രനായിരുന്നവൻ, ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്നതായ ദൈവാശ്രയത്വമുള്ള മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ്റെ ഹൃദയത്തെ പതിയെ മാറ്റി ഇതാ മറ്റ് പിശാചിനെ പോലും ആരാധിക്കുന്ന സാത്താനിക് വർഷിപ്പുകളിലേക്ക് സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു തലങ്ങളിലൂടെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കർത്താവ് തിരിച്ചൊരു മറുപടി നൽകുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് കർത്താവ് തിരിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എവിടെയൊക്കെയോ ദൈവ ആശ്രയത്വവും ദൈവ ആരാധനകളുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇതുതന്നെയല്ലേ പിശാച് പല രൂപത്തിൽ പല ഭാവത്തിൽ ഒരു പരീക്ഷകൻ്റെ രൂപത്തിൽ കടന്നു വരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കണ്ടോ, ഇതാ ദൈവം നഷ്ടപ്പെട്ട് മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് അവനെ തന്നെ ദൈവമാക്കി മാറ്റുന്ന കാഴ്ചകൾ, അനേക ദൈവിക സങ്കല്പങ്ങളെല്ലാം ഉയർന്നു വന്നുകൊണ്ട് ഇതാ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന കാഴ്ചകൾ, ഇതാ മനുഷ്യൻ കെട്ടിപ്പടുത്ത പ്രൗഢിയുള്ള കെട്ടിടങ്ങളിലും സമ്പത്തിലും ആശ്രയിച്ച് അതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വചനഭാഗങ്ങളിലൂടെ 3 കാര്യങ്ങൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ശരീരത്തിന് മേലുള്ള ഒരു പീഡയാണ്. ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയുള്ള ഒരാഗ്രഹം. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിൻ്റെ ശരീരത്തിനും നിൻ്റെ ചുറ്റുപാടുകൾക്കും വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക. രണ്ടാമത്, മനസ്സിന് സുഖം തോന്നുന്ന, ഞാൻ വലിയവനാണ് എന്ന് തോന്നുന്ന ആ പ്രൗഢിയുടെ കാലഘട്ടങ്ങളിൽ മാത്രം ജീവിക്കുക. ആ പിശാച് വന്ന് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ചാടിയാൽ നിന്നെ സംരക്ഷിക്കത്തക്കോണം മാലാഖമാർ കൂടെ ഉണ്ടാകും. ചുറ്റുപാട് നോക്കുക, നിനക്ക് സമ്പത്തില്ലേ, നിന്നെ ശുശ്രൂഷിക്കാൻ ഒത്തിരി പേരില്ലേ, നീ എത്ര വലിയവനാണ് എന്ന ഒരു ചിന്ത. നിനക്ക് പ്രൗഢിയേറുമ്പോൾ സമ്പത്തേറുമ്പോൾ ദൈവം നഷ്ടപ്പെട്ടു പോകുന്നു. മൂന്നാമതായിട്ട് ആത്മീയ തലങ്ങളിലുള്ളതായ വലിയ പീഡ, ആത്മാവ് പിശാചിൻ്റെ കെണിയിലേക്ക് വീണു പോകുന്ന, സാത്താൻ്റെ പിടിയിലേക്ക് അമരുന്ന ഒരു പൈശാചിക ആരാധനയിലേക്ക് നയിക്കപ്പെടുന്ന പ്രലോഭനം.
ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒരു ചിന്തയായിട്ട് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ. ഇത് മനുഷ്യൻ മാറുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തെ മറക്കാത്തവരായി, ദൈവാശ്രയത്വമുള്ളവരായി എന്ന് നിലനിൽക്കാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ തൻ്റെ സ്വർഗീയ കരങ്ങൾ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സുരക്ഷിത വലയത്തിൽ എന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.